അയ്യപ്പനെ മാത്രമല്ല പത്മനാഭനെയും കൊള്ളയടിക്കാൻ ഡി മണി ചരട് വലിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഡി മണി എന്ന ആളെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തു എന്നാണ് പുതിയ വിവരങ്ങൾ. ഡി മണി ശബരിമലയിലെ പഞ്ചലോഹ വിഗ്രഹങ്ങൾ വാങ്ങി എന്ന വിദേശ വ്യവസായിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ. ഈ വാർത്ത പുറത്തുവരുമ്പോൾ ഭാസ്കരൻ നായർ അജയൻ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ കുറിച്ച ഒരു കുറിപ്പ് നമ്മളെല്ലാവരും വായിക്കേണ്ടതാണ്. അദ്ദേഹം ചില മുന്നറിയിപ്പുകൾ നൽകുന്നു. അദ്ദേഹത്തിന്റെ ആ ഫേസ്ബുക്ക് കുറിപ്പിലേക്ക് പോകാം. നിങ്ങൾ കുറിച്ചു വെച്ചോ, എയിലെയും ബിയിലെയും നിലവറകളിലെ സമ്പത്ത് കടൽ കടന്നു കാണും. പത്മനാഭസ്വാമിയുടെ 100 ലക്ഷം കോടി രൂപ അല്ലെങ്കിൽ അതിനുമപ്പുറം വിലമതിക്കുന്ന സ്വർണ്ണ രത്ന വൈഡൂര്യങ്ങൾ അല്ലെങ്കിൽ സമ്പത്ത് അവിടെ ഉണ്ടോ എന്ന ചോദ്യമാണ് അദ്ദേഹം തന്റെ കുറിപ്പിലൂടെ ചോദിച്ചിരിക്കുന്നത്. കാവൽ നിൽക്കുന്നവർ നിലവറയുടെ മുന്നിലാണ്. എന്നാൽ ഭൂമി തുറന്നു വന്ന് ഈ സമ്പത്ത് കടത്തിയെങ്കിലോ? പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ചുറ്റിലും പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ 2011 ശേഷം, അതായത് സമ്പത്ത് പുറം ലോകം അറിഞ്ഞതിന് ശേഷം ഉണ്ടായിട്ടുണ്ട്. നിലവറയിൽ ഉള്ളത് എന്തായിരുന്നു എന്ന് നമുക്കറിയാം. ഈ നിലവറ കൊള്ളയടിച്ചിട്ട് ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ അവിടെ വച്ചിട്ടുണ്ട് എങ്കിൽ പോട്ടെ, ബി നിലവറ മുഴുവനായി കൊള്ളയടിച്ചു കഴിഞ്ഞു എങ്കിൽ, തുറന്നു നോക്കുമ്പോൾ 2 രൂപയുടെ കീറിയ നോട്ട് പോലും ഇല്ല എങ്കിൽ ആരെ കുറ്റം പറയും? എന്തൊക്കെ ഉണ്ടായിരുന്നു എന്നും എന്തൊക്കെ നഷ്ടപ്പെട്ടു എന്നും നിങ്ങൾക്കറിയാമോ? പറയാൻ പറ്റുമോ? കാരണം തുറന്ന് തിട്ടപ്പെടുത്തിയിട്ടില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കണ്ണിന്റെ മുന്നിലൂടെ അയ്യപ്പസ്വാമിയുടെ ദ്വാരപാലകനെയും കൂടാതെ ശ്രീകോവിൽ മുൻവാതിൽ പോലും അടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് എങ്കിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ 100 ലക്ഷം കോടി രൂപയുടെ മുതൽ എപ്പോഴേ കടൽ കടന്നു കാണും എന്ന് അദ്ദേഹം ചോദിക്കുന്നു. ബി നിലവറ ശൂന്യമായി കാണും. 2007 ഡിസംബർ മാസം 30 മലപ്പുറം ജില്ലയിലെ ചേലമ്പ്രയിലെ സൗത്ത് മലബാർ ഗ്രാമീൺ ബാങ്ക് കവർച്ച ഓർമ്മിപ്പിക്കുന്നുണ്ടോ? കേരളത്തിലുണ്ടായ ഏറ്റവും വലിയ കുപ്രസിദ്ധി ആർജിച്ച കവർച്ചയാണ് ചേലമ്പ്ര ബാങ്ക് കവർച്ച. 2007 ഡിസംബർ 30 രാത്രി ചേലമ്പ്രയിലെ സൗത്ത് മലബാർ ഗ്രാമീൺ ബാങ്കിന്റെ ചുവരുകൾക്ക് കവർച്ചക്കാർ വലിയ ദ്വാരമുണ്ടാക്കുകയും 80 കിലോഗ്രാം സ്വർണവും 2,50,000 രൂപയുമായി ഏതാണ്ട് 8 കോടി രൂപയുടെ വസ്തുക്കൾ കവർച്ച ചെയ്യപ്പെടുകയും ചെയ്തു. അന്നത്തെ വില 10 കോടി രൂപ, എന്നാൽ ഇന്ന് 100 കോടി രൂപ. 2 മാസങ്ങൾക്കുള്ളിൽ തന്നെ പ്രതികളെ പിടിച്ചു. 80% മുതൽ മാത്രമേ തിരിച്ചു കിട്ടിയുള്ളൂ. ഡിസംബർ 25 മുതൽ 29 വരെ ബാങ്ക് അവധിയായിരുന്നു. വെറും 3 ദിവസം കൊണ്ടാണ് ഇവർ ഭൂമി തുറന്നത്. ഇവിടെ 2011 ശേഷം ആ സമ്പത്ത് പൂട്ടി നിലവറയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. 14 വർഷങ്ങൾ കഴിഞ്ഞു. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ 1 കിലോമീറ്റർ അകലെ നിന്നും 1 മണിക്കൂർ വെച്ച് കുഴിച്ചാൽ പോലും 14 വർഷം കൊണ്ട് ഇത്രയധികം ആധുനിക സൗകര്യങ്ങളുള്ള ഈ കാലത്ത് മുൻ തലമുറ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഈ സമ്പത്ത് കൂട്ടിവെച്ചത് ആ സമ്പത്ത് മോഷ്ടിച്ചെടുത്ത് ഈ തലമുറയെ കൊല്ലാനായി അല്ലെങ്കിൽ മതം മാറ്റാനായി ആയുധങ്ങൾ പണിയാനല്ല എന്ന് ഓർക്കുക. ബി നിലവറ തുറക്കണം, എണ്ണി തിട്ടപ്പെടുത്തണം, സമ്പത്ത് സുരക്ഷിതമായി സൂക്ഷിക്കപ്പെടണം. അവസാനമായി 1947 ശേഷം മോഷ്ടിക്കപ്പെട്ട മുതൽ 100% തിരികെ കിട്ടിയ സംഭവം നിങ്ങൾ ഇതുവരെ കേട്ടിട്ടുണ്ടോ? അഴിമതി നടത്തിയ രാഷ്ട്രീയക്കാരിൽ നിന്നും ആ അഴിമതി പണം തിരികെ ട്രഷറിയിൽ അടപ്പിച്ചിട്ടുണ്ടോ? 1995 PV നരസിംഹറാവുവിന്റെ മകൻ PV പ്രഭാകര റാവു യൂറിയ ഇറക്കുമതി ചെയ്യാനായി കൊടുത്ത ഇന്ത്യയുടെ 133 കോടി രൂപ സ്വന്തം പേരിലാക്കി. 1997 ഒരു പവന് വെറും 3,800 രൂപയാണ്. 1 സെന്റ് വസ്തുവിന് വെറും 2,000 രൂപയാണ്. ഒരു UP സ്കൂൾ ടീച്ചറുടെ ശമ്പളം 3,200 രൂപയാണ് എന്ന് ഓർക്കണം. അത് പോയി കിട്ടി. ഞാൻ പറഞ്ഞു വന്നത് എന്തെന്നാൽ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്നാണ്. കാരണം അദ്ദേഹം പറയുന്നത് ഇതുപോലെയുള്ള പ്ലാനുകൾ ചെയ്യുന്നവർ, നമ്മുടെ കൺമുന്നിൽ കൂടി അയ്യപ്പസ്വാമിയുടെ മുതൽ അടിച്ചുകൊണ്ടുപോയവർ, നമ്മുടെ ശ്രീ പത്മനാഭസ്വാമിയുടെ അനന്തപുരിയിലുള്ള ശ്രീ പത്മനാഭസ്വാമിയുടെ മുതൽ അടിച്ചുകൊണ്ടുപോകാൻ പദ്ധതി ഒരുക്കി എന്ന് പറയപ്പെടുമ്പോൾ, എന്തായാലും പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ മുന്നിൽ അതിന്റെ സമീപ പ്രദേശങ്ങളിൽ നടന്ന ഈ നിർമ്മാണ പ്രവർത്തനങ്ങളിലൂടെ ഇത്തരം മുതലുകൾ അല്ലെങ്കിൽ ഈ സ്വത്ത് അടിച്ചുകൊണ്ടു പോകാനുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം ഈ ഒരു ഫേസ്ബുക്ക് കുറിപ്പിലൂടെ മുന്നറിയിപ്പ് നൽകുന്നത്. അത് എപ്പോഴേ പോയി കാണും എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും ആ ബി നിലവറ തുറന്ന് ബി നിലവറയ്ക്കുള്ളിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്ന് തിട്ടപ്പെടുത്തണം എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നു. കാരണം ഇവരൊക്കെ വലിയ കാട്ടുകള്ളന്മാരാണ്, കൊടും കാട്ടുകള്ളന്മാരാണ്. നമ്മളാരും ചിന്തിക്കാത്ത തരത്തിൽ പല കാര്യങ്ങളും ചെയ്യാൻ പ്രാപ്തിയും ശേഷിയും ഉള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം സ്വത്തുകൾ അവരുടെ കൈയിൽ എത്തിക്കാണും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് ഒരു ശ്രദ്ധ അല്ലെങ്കിൽ ഒരു വിലയിരുത്തൽ നന്നായിരിക്കും എന്നാണ് ഭാസ്കരൻ നായർ അജയൻ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിലൂടെ ഇപ്പോൾ കുറിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമാനസ്.